അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസം ആകുന്നുവല്ലോ. ആ വാക്യം പല പ്രാവശ്യം അപ്പോസ്തലപ്രവൃത്തിയിൽ നിന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചു. ഇന്ന് 14-ാം ദിവസം. കപ്പലിൽ യാത്ര ചെയ്യുന്ന സകല വ്യക്തികളെക്കാട്ടിലും വേദനയിൽ ഇരിക്കേണ്ട വ്യക്തിയാ പൗലോസ്. എന്നാൽ പൗലോസിന്റെ അകത്ത് ഒരു ഭയങ്കര ധൈര്യം ദൈവം കൊടുത്തു. നീ ഒരു പ്രൊഡക്റ്റീവ് സീഡാണ് പൗലോസ്. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്. നീ ഒരു പ്രൊഡക്റ്റീവ് സീഡാണ്. പ്രശ്നങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, അനർത്ഥങ്ങൾ വരാം, നാടുകടത്തൽ വരാം. എന്നാൽ നിന്റെ അകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന വിത്ത് നിന്നെ തകർക്കാനുള്ള ഒരു സീഡായിട്ടല്ല, നീ മുഖാന്തരം പ്രൊഡക്റ്റീവായിട്ടുള്ള പലരും പുറത്തു വരാൻ പോവാ. ഇന്ന് രാത്രി പകൽ ചില പ്രൊഡക്ഷൻ പ്രൊഡക്റ്റീവായിട്ടുള്ള ചില സീഡുകൾ ഈ സഭയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കണ്ണുകൊണ്ട് ഇതിനകത്തുനിന്ന് ചില പൗലോസുമാര്, ചില പ്രൊഡക്റ്റീവ് പാസ്റ്റേഴ്സ്, അപ്പോസ്റ്റൽസ്, ടീച്ചേഴ്സ്, പ്രൊഫറ്റേഴ്സ് ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കാൻ പോകുകയാണ്. 21 ഡേയ്സ് എത്തേണ്ട ആവശ്യമില്ല. ഇന്ന് 14-ാം ദിവസം നിന്നെ ജീവിപ്പിക്കുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഭക്ഷണം നിനക്ക് തരാൻ പോകുക. ഇന്ന് പകൽ നിന്റെ ജീവനെ നിലനിർത്തുന്ന അപ്പം, ജീവന്റെ വചനം നിന്റെ വായിക്ക് തൊടുവിക്കാൻ പോകുന്നു. കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ഇന്ന് പകൽ ജീവൻ നൽകുന്ന അപ്പം, അത്ഭുതം നടക്കുന്ന അപ്പം, 14-ാം ദിവസം ഭക്ഷണമില്ലാതിരിക്കുന്ന ജനത്തിന് അപ്പം, കുറവുള്ള അപ്പം വാഴ്ത്തി നുറുക്കി 200 ചില്ലുവാനും ജനത്തിന് കൊടുക്കാനുള്ള ഭക്ഷണം അവിടെ പ്രൊഡക്റ്റീവായി. ഈ 14-ാം ദിവസം നിന്നെ ഒരു കരയിൽ എത്തിക്കാൻ പോവാ. ഈ 14-ാം ദിവസം നിന്നെ എത്തിക്കേണ്ട ഒരു സ്ഥലത്ത് എത്തിക്കാൻ പോകുക. നിന്റെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വഴികളുണ്ട്. മറുപടിയില്ലാത്ത ചില വിഷയങ്ങളുടെ മറുപടി
അതുമായി നീ ഒരു കരയ്ക്കടുക്കാൻ പോകുന്നു. ഇന്ന് പകൽ പല അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. നിന്നെ കരയ്ക്കടിപ്പിക്കുന്നതിന് മുമ്പ് നിന്നോട് ദൈവം സംസാരിക്കാൻ പോവുക. അപ്പത്തിന്റെ പ്രൊഡക്ഷൻ, അപ്പം വാഴ്ത്തി നുറുക്കി അത് വർദ്ധിച്ചു. ഇന്ന് പകൽ ചില വർധനവുകൾ, ചില വിടുതലുകൾ സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. റബഖല റബ ശംതലബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രൊഡക്റ്റീവ് സീഡാകാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പൗലോസേ, നിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ, അവൻ നിന്നെ തകർക്കാനല്ല. നിന്റെ കഷ്ടത അവിടെ ഇരിക്കുമ്പോൾ നീ കഷ്ടപ്പെടുന്ന കഷ്ടതയേക്കാൾ വേദന അനുഭവിക്കുന്ന ഒരു ജനമുണ്ട്. നമ്മൾ എപ്പോഴും പറയും നമ്മുടെ പ്രശ്നം മാറണം, നമ്മുടെ കഷ്ടത മാറണം, എന്റെ ബുദ്ധിമുട്ട് മാറണം. പക്ഷെ കർത്താവ് പറയുന്നു, അവൻ നീ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എത്രയോ പേരുണ്ട്. നിന്റെ കഷ്ടതയല്ല വലുത്, നിന്നേക്കാൾ കഷ്ടത അനുഭവിക്കുന്നവർ വേറെയുണ്ട്. ഈ കഷ്ടതയുടെ നടുവിൽ അവരുടെ അടുത്തേക്ക് പോകാൻ നീ തയ്യാറാകുമോ? എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വന്നിട്ട് ദൈവരാജ്യത്തിന്റെ വേല തികയ്ക്കാൻ പറ്റത്തില്ല. എല്ലാവരും അവൻ ദൈവരാജ്യം നിമിത്തം കഷ്ടതയിലൂടെ പോകേണ്ടി വന്നാലും അതിനുവേണ്ടി ചുമൽ കൊടുത്തു നിൽക്കണം. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിന്റെ പേരാ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ചില വൻകാര്യങ്ങൾ ചെയ്യാൻ ബലപ്പെടുത്തും, വൻകാര്യങ്ങൾ ചെയ്യുവാൻ ശക്തീകരിക്കും. ഇന്ന് ഈ 14-ാം ദിവസം സഭ ഈ ദൂത് ഏറ്റെടുക്കുമെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ടുകൊണ്ട് കാണും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ദൈവം തരാൻ പോകുന്നു, വ്യത്യാസങ്ങൾ തരാൻ പോകുന്നു. എല്ലാവരും എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ 14-ാം ദിവസം ആമേൻ ഒരു കരയ്ക്ക് നിന്നെ അടുപ്പിക്കാൻ പോകുക. ഇന്ന് പകൽ ഒരു തീ ഇവിടെ കത്തണം കേട്ടോ. വിറക് വാരി ഇടണം, വിറക് വാരി ഇടണം. നീ വിറക് വാരി ഇടുമ്പോൾ ചിലര് കളിയാക്കും, അതിനകത്തുനിന്ന് പാമ്പ് വെളിയിൽ വരും. ആമേൻ, ഹല്ലേലൂയ. നിന്നെ കടിച്ചത് കൊണ്ട് കുഴപ്പമില്ല, വേറെ ചിലരെ കടിച്ചായിരുന്നെങ്കിൽ അവർ മരിച്ചു പോയേനെ. കാരണം നീ ഒരു സ്പെഷ്യലാ. ആമേൻ, നീ തീ ഉള്ളവനാ. നിന്റെ അകത്ത് ആമേൻ തീ ഉള്ളത്, തീക്കകത്തുനിന്ന് ആമേൻ പുറത്തു വന്ന ശക്തികൾ നിന്നെ തൊട്ടാലും നിനക്കൊരു ഹാനിയും വരികയില്ല. ഇന്ന് പകൽ തീ വാരിയിട്, വിറക് വാരിയിട്. തീ കത്തട്ടെ. തീ കത്തുമ്പോൾ നിന്നെ കടിക്കാൻ, നശിപ്പിക്കാനിരുന്ന ശക്തികൾ ഇല്ലാതാകാൻ പോവുക. കാരണം നിന്റെ അകത്തുള്ള തീയെ ഈ പാമ്പ് അവൻ നിന്റെ മേൽ കടിച്ചാൽ അത് ചത്തു വീഴും. ആ തീയുടെ പേര് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ നിന്നെ തൊടുന്നവർ നശിക്കും. In the name of Jesus, in the name of Jesus. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്തോത്രം ചെയ്താട്ടെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചാട്ടെ. ഇന്ന് പകൽ ഒരു വ്യത്യാസം, ഒരു രോഗസൗഖ്യം, ഒരു വിടുതൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കാൻ പോകുന്നു. ഇന്ന് 14-ാം ദിവസം കഴിഞ്ഞപ്പോൾ വിറക് വാരിയിട്ട് തീ കത്തിച്ചതുപോലെ ആത്മീക തീ കത്തട്ടെ, വിറകുകൾ പെറുക്കിയിടട്ടെ. ഈ തീ നശിപ്പിക്കാനല്ല, ഈ തീ അത്ഭുതം കൊണ്ടുവരാൻ പോകുക.
ഒരു വലിയ മാറ്റത്തിലേക്ക് ശുശ്രൂഷ പോകാൻ പോകുന്നു. ഒരു വലിയ മാറ്റത്തിലേക്ക് ചിലരുടെ വിളി മാറാൻ പോകുന്നു. ഓ in the name of Jesus, in the name of Jesus. ഒരു പ്രൊഡക്റ്റീവ് സീഡായി അനേക പാപത്തിൽ കിടക്കുന്നവരെ നിത്യ ജീവനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റീവ് സീഡ്. ചിലരെ അവൻ ആയിരങ്ങൾ പുറത്തു വരുന്ന രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷത്തിന്റെ തീനാവായി തീജ്വാലയായി നിൽക്കാൻ എന്നെയും ഈ സഭയെയും നമ്മുടെ തലമുറയെയും ജനറേഷനെയും ദൈവം കണ്ടിരിക്കുന്നു. ഇന്ന് പകൽ 14-ാം ദിവസം നിന്റെ ജീവിതത്തിൽ ദൈവസ്വരം കേൾക്കുന്ന ദിവസം. ആമേൻ. ഇതുവരെ കാണാത്ത മിറക്കിൾസ് കാണുന്ന ദിവസം. ആമേൻ. ഇതുവരെ വെളിപ്പെടാത്ത അണലികൾ വെളിപ്പെട്ട് കത്തി നശിക്കുന്ന ആമേൻ ആമേൻ തീകൾ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ജീവനോ തകർക്കാൻ നിന്ന ചില മരണക്കണികൾ ഇന്ന് പകൽ അത് പൊട്ടുകയാണ്. ഇന്ന് പകൽ എല്ലാവരും കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. എല്ലാവരും കരങ്ങൾ തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ.
യേശുവിന്റെ നാമത്തിൽ രോഗശക്തി അഴിയട്ടെ. പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജനറേഷൻ പുറത്തു വരാതെ ചില സിക്നസ് ട്രീറ്റ്മെന്റ് വിട്ട് തലമുറ ജനിപ്പിക്കരുതെന്ന് പറയുന്ന ദുഷ്ടശക്തി യേശുവിന്റെ നാമത്തിൽ അറസ്റ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ചിലരുടെ ഭാവി ജീവിതത്തെ പടഞ്ഞു വെക്കുന്ന ചില രോഗവും ട്രീറ്റ്മെന്റും പ്രശ്നങ്ങളും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളൊരു അസാധാരണ ദൃഷ്ടിയിലേക്ക് പോകാനും നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയം ഇന്ന് പകരം മാറുകയും ഒരു ആൻസർ ദൈവത്തിന്റെ ഉത്തരവുമായി നിങ്ങൾ പറയാൻ പോകും. ജനത്തെ അറിയാൻ അനുഗ്രഹിക്കും. ഈ സഭയിൽ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾ, വിധവമാർ, അനാഥ, സാധുക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. കടവും ഞെരുക്കമുള്ളവർക്ക് വഴി തുറക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ജോലിയുടെ വാതിലുകൾ തുറക്കണമേ. ഈ മാസം 31st എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ ജനത്തെ അനുഗ്രഹിക്കും.